വായ്പയെടുത്തും അഴിമതി നടത്താമെന്ന് തെളിയിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ. പിണറായി സർക്കാരിന്റെ നിരവധി അഴിമതി കഥകൾ കേട്ട മലയാളികൾക്ക് ഈ അഴിമതി വാർത്തയും ഞെട്ടലൊന്നും ഉണ്ടാക്കില്ല. ഈ സർക്കാരിൽ നിന്നും അഴിമതിയല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാനെന്നാണ് പ്രതിപക്ഷവും ചോദിക്കുന്നത്. ജനം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ടെന്ന് ഓർമ്മ വേണം. ഇപ്പോൾ ഏറ്റവും പുതിയ അഴിമതി നടന്നിരിക്കുന്നത് വൈദ്യുതി വകുപ്പിലാണ്. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ നബാർഡിൽ നിന്ന് 175 കോടി രൂപ വായ്പയെടുത്താണ് വൈദ്യുത വകുപ്പ് ഈ അഴിമതിക്ക് കളമൊരുക്കിയതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ആരോപണം ഉന്നയിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും സിഇഒയെ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ വൈദ്യുതി വകുപ്പ് മന്ത്രി തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല തുറന്ന കത്തെഴുതിയതോടെയാണ് വിഷയം വീണ്ടും സജീവമായത്. കർഷകർക്ക് സൗജന്യമായി സൗരോർജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM കുസും പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ടാണ് പൊതുമേഖലാ സ്ഥാപനമായ അനർട്ടിൽ അഴിമതിക്ക് കളമൊരുങ്ങുന്നത്. ടെൻഡർ നടപടികൾ മുതൽ ക്രമക്കേടുകളുടെ കൂത്തരങ്ങാണ്. 5 കോടി രൂപ മാത്രം ടെൻഡർ വിളിക്കാൻ അധികാരമുള്ള അനർട്ട് CEO ഈ പദ്ധതിക്ക് വേണ്ടി 240 കോടിക്കാണ് ടെൻഡർ വിളിച്ചത്. കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്ത ആദ്യത്തെ ടെൻഡർ റദ്ദാക്കി രണ്ടാമത്തെ ടെൻഡർ വിളിച്ചു. എന്നാൽ ആദ്യത്തെ ടെൻഡർ റദ്ദാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്രം നിശ്ചയിച്ച അടിസ്ഥാന വിലയിൽ നിന്ന് 145% വരെ വ്യത്യാസത്തിലാണ് രണ്ടാമത്തെ ടെൻഡർ നൽകിയിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിലും വ്യക്തതയില്ല. സിഇഒയും അദ്ദേഹത്തിൻ്റെ താൽപ്പര്യക്കാരനായ ഒരു താൽക്കാലിക ജീവനക്കാരനും കൂടിയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കൺസൾട്ടൻസി സ്ഥാപനങ്ങളെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള സർക്കാർ മാർഗരേഖയും ലംഘിക്കപ്പെട്ടു. അനർട്ടിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ആളെ പ്രത്യേക ശുപാർശയിൽ സ്വപ്ന സുരേഷ് മോഡലിൽ കൺസൾട്ടിംഗ് സ്ഥാപനമായ EYയിൽ നിയമിച്ചു. CEO നേരിട്ട് ശുപാർശ ചെയ്ത പ്രകാരം അനർട്ടിൽ നിന്നു വിടുതൽ നൽകി പിറ്റേന്ന് അനർട്ടിലേക്ക് തന്നെ കൺസൾട്ടൻ്റായി അയക്കുന്നതായി കാണിച്ച EY മെയിലും അയച്ചു. അനർട്ടിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് കൺസൾട്ടിംഗ് സ്ഥാപനവും താൽക്കാലിക ജീവനക്കാരും ചേർന്ന് അനർട്ട് CEOയ്ക്കെതിരെ പ്രവർത്തിച്ചത്. ടെൻഡർ തുറക്കുന്നത് പോലെയുള്ള തന്ത്രപ്രധാന കാര്യങ്ങളിൽ നിന്ന് ഫിനാൻസ് വകുപ്പിനെ പൂർണ്ണമായി മാറ്റി നിർത്തി. ഈ താൽക്കാലിക ജീവനക്കാരനും കൺസൾട്ടിംഗ് കമ്പനിയുമാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇത് അഴിമതിയും ക്രമക്കേടും നടത്താനാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. കുസും പദ്ധതിയിൽ കേന്ദ്രം അനുവദിച്ച തുക വിനിയോഗിക്കാത്തതിൻ്റെ പേരിൽ നൽകിയ പണം തിരിച്ചടയ്ക്കേണ്ടി വന്ന സാഹചര്യവുമുണ്ടായി. പിണറായി സർക്കാരിനെ ഏത് അഴിമതിയും നടത്താമെന്നാണോ? ഒരു ചോദ്യവും ഉയരില്ല. മാധ്യമങ്ങളും പിന്നാലെ പോകില്ല. ഒരു അന്വേഷണാത്മക റിപ്പോർട്ടും ഉണ്ടാവുകയുമില്ലെന്ന അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇതല്ലേ വാസ്തവം?